ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ ഒരു ബിഗ് താങ്ക്സ് തരികയാണ്. കാരണം എൻ്റെ ഈ കഴിഞ്ഞ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങളെല്ലാവരും കണ്ട് അതിന് എല്ലാം നിങ്ങളുടേതായ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഒത്തിരി ആളുകൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതായിട്ട് അറിയുന്നതിൽ വളരെ സന്തോഷം. പിന്നെ ചില നെഗറ്റീവ് കമൻസുകൾ വരുന്നുണ്ട്. അത് ആ ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ളതാണ്. അത് ഓരോ ആളുകളുടെ കാഴ്ചപ്പാടും ഏത് വിഷയത്തിലാണെങ്കിലും വ്യത്യസ്തമാണല്ലോ. അതിനെ ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം അയർലൻഡിൽ, അതായത് ഈ ലാസ്റ്റ് സാറ്റർഡേ അയർലൻഡിൽ വിധു പ്രതാപിൻ്റെയും ജോത്സ്നയുടെയും ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും കാണാൻ പോയിരുന്നു. നമ്മളെല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ കാണാൻ പോയ ഒരു സമയത്ത് എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഇതൊരു സില്ലി തിങ്ങായിട്ട് തോന്നും. പക്ഷേ എന്നെ സംബന്ധിച്ച്, ചിലപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ തോന്നും. കാരണം ഞാൻ അവരുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ എല്ലാവരും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ വിധു പ്രതാപ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും അത് ഓരോ ബീറ്റ്സ് വരുമ്പോഴും അതിൻ്റെ ആ ലൈറ്റ്സ്, അതിൻ്റെ സൗണ്ട് എന്ന് വേണ്ട ആ ഒരു സ്റ്റേജ് വിധു പ്രതാപ് പാടുന്നതിൽ കൂടുതൽ ആ ലൈറ്റിങ്ങും അതിൻ്റെ ആംബിയൻസും എല്ലാം കൊണ്ട് നമ്മൾ ടോട്ടലി എന്താ പറയുന്നത്, ഒരു ഗാനമേള കാണുന്നതിൽ കൂടുതൽ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റൊന്നും ചാടാൻ തോന്നുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റേജിലുള്ള ആ ഒരു ലൈറ്റിങ്, അതെല്ലാം ഭയങ്കര, അതുപോലെ സൗണ്ട് ആണെങ്കിലും സൂപ്പറായിട്ടുള്ള ഒരു സൗണ്ടും എല്ലാമാണ് ആ ഒരു സ്റ്റേജിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അയർലൻഡിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. കാരണം പക്ഷേ എന്നാലും ഞാൻ ഓർത്തു, ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത്, അതായത് നമ്മുടെ ഡബ്ലിനിലുള്ള സയൻറ്റോളജി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിധു പ്രതാപിൻ്റെ ഈ പ്രോഗ്രാം നടന്നിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ പ്രോഗ്രാം നടന്നപ്പോഴൊന്നും ഇത്രയും ലൈറ്റിൻ്റെ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഡാൻസിങ് ലൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു എന്താ പറയുന്നത്, ആളുകൾക്ക് ആ ലൈറ്റ് തന്നെ, അതായത് ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രോഗ്രാം കാണുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടി. ഇതെന്താ ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയത്, ഈ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്, ഇതാരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നറിയാനായിട്ട് ഞാൻ ഈ എന്താ പറയുന്നത്, ഓഡിയൻസിൻ്റെ പുറകിലായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നു. നോക്കിയപ്പോൾ വിധു പ്രതാപിൻ്റെ പ്രിയപത്നി ദീപ്തിയാണ് ആ പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത്, ഈ ദീപ്തി എന്തിനാണ് ഈ പുറകിൽ വന്ന് നിൽക്കുന്നത്? കാരണം കഴിഞ്ഞ തവണ പ്രോഗ്രാം ഇവിടെ നടന്നതാണ്, വിധു പ്രതാപിൻ്റെ പ്രോഗ്രാം നടന്നതാണ്. അന്നേരം ദീപ്തിയെ ഞാൻ ആ ഓഡിറ്റോറിയത്തിലൂടെ ഓടി നടക്കുന്നതും ഫ്രണ്ടിലിരിക്കുന്നതും ഈ ബാൻഡിൻ്റെ ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ കണ്ടിരുന്നു. ഇതെന്താണ് ദീപ്തി പുറകിൽ നിൽക്കുന്നതെന്ന് ഞാനിങ്ങനെ വണ്ടറടിച്ച് നോക്കി നിന്നപ്പോൾ, ഓ മൈ ഗോഡ്, അവിടെയുള്ളവർക്കെല്ലാവർക്കും ഈ പറയണ എല്ലാ സംഭവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ദീപ്തിയാണ്. ആ പുറകിൽ നിന്ന് ആ ദീപ്തി ആ ചെയ്യുന്നത്. ഞാൻ പിന്നെ വിധു പ്രതാപിൻ്റെ പാട്ടോ അല്ലെങ്കിൽ ജോത്സന പാടിയ പാട്ടോ അവിടെ നടക്കുന്ന ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നേരെ തിരിഞ്ഞു നിന്ന് ആ ദീപ്തി എന്താണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കംപ്ലീറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു സന്തോഷം തോന്നുകയാണ്. കാരണം ഇത്രയും വലിയൊരു ബിഗ് ഒരു ട്രൂപ്പിനെ
കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഗേളാണ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വിധു പ്രതാപ് അപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത്, എൻ്റെ വൈഫ് ദീപ്തിയാണ് ഈ ബാക്കിലിരുന്ന് എല്ലാ ബാൻഡിനെയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുകയും കൂടെ ചെയ്തപ്പോൾ ഓ മൈ ഗോഡ്, എനിക്കറിയില്ല എന്താണ് ആ ഗേള് ആ ഹസ്ബൻഡിൻ്റെ ഒരു എന്താ പറയുന്നത്, പാട്ടിനേക്കാൾ കൂടുതൽ ഇന്നത്തെ യങ് ജനറേഷൻ ഏറ്റവും അധികം എന്താ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഈ പറയുന്ന ലൈറ്റിങ്, അതുപോലെ സൗണ്ട്, ഓഡിറ്റോറിയത്തിൻ്റെ ഓൾ ടോട്ടൽ ഒരു എന്താ പറയുന്ന ഒരു ആംബിയൻസ് ആണ്. എല്ലാവരും കൂടുതൽ എന്താ പറയുന്നത് ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ എഴുന്നേറ്റ് ഡാൻസ് കളിക്കാനും മറ്റ് കാര്യങ്ങളും എല്ലാം തോന്നി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിറകിൽ ഈ ഒരു ഗേളാണ് എന്ന് കണ്ടപ്പോൾ എനിക്ക് സർപ്രൈസ് സഹിക്കാൻ പറ്റാതെ വന്നു. കുറേ നേരം തിരിഞ്ഞിരുന്ന് ദീപ്തിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ദീപ്തി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറകിൽ ഓടിപ്പോയി അവിടെ സെക്യൂരിറ്റിയും എല്ലാവരും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം എനിക്ക് അവിടെ പോയി ദീപ്തിയെ ഒന്ന് നേരിട്ട് കാണാനോ ഒന്നും പറ്റില്ല. ദീപ്തി വളരെ ബിസിയാണ്. ദീപ്തി കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഷീ ഈസ് വെരി ബിസി. അപ്പം നിന്നുകൊണ്ടാണ് പുള്ളിക്കാരി ഇതെല്ലാം ചെയ്യുന്നത്. ആ പ്രോഗ്രാമിൻ്റെ മുഴുവൻ സമയം നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ പ്രോഗ്രാമിൻ്റെ ഒരു 2 പാട്ടേ ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മുഴുവൻ ഞാൻ ഈ ദീപ്തിയെ വാച്ച് ചെയ്യുന്നു. ദീപ്തി അപ്പോൾ ഞാൻ പുറകിൽ വന്നിട്ട് ദീപ്തിയുടെ വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ ഇതെന്താണ് ഈ കുട്ടി ചെയ്യുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് വെക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറയിൽ പഴയ കാലത്തൊക്കെ നമ്മൾ കുറേ ആളുകളെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതായത് ഹസ്ബൻഡിന് വേണ്ടി മുഴുവൻ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്ന വൈഫുമാരെ, ഹസ്ബൻഡിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന കുറേ ലേഡീസ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയൊരു കാഴ്ചയാണ് എനിക്ക്. ആ ദീപ്തി വിധു പ്രതാപിനെക്കാളും അല്ലെങ്കിൽ വിധു പ്രതാപിനെ പോലെ തന്നെ, അതായത് പാട്ടിലല്ല ഡാൻസിലെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം അതിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മുൻനിരയിലേക്ക് വരണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രോഗ്രാം അടിപൊളിയായി തീരണം എന്ന് വെച്ച് ആ കുട്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക് എനിക്ക് 100% പറയാൻ പറ്റും. അത് ഈ വിധു പ്രതാപിൻ്റെ ഈ പ്രോഗ്രാമുകളുടെ എല്ലാം വിജയത്തിന് പിന്നിൽ ഈ ദീപ്തി വിധു പ്രതാപാണ് എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട ഒരു കാര്യമാണ്. പിന്നെ അവിടെ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ ഭാരവാഹികൾ ആ പ്രോഗ്രാം ഫൈനലാകാറായപ്പോഴത്തേക്കും പറഞ്ഞു, അവർ തന്നെ അനൗൺസ് ചെയ്തു. ദീപ്തി പറഞ്ഞു ദീപ്തിയെ സ്റ്റേജിലേക്ക് വിളിക്കരുത്, ബിക്കോസ് ദീപ്തിയാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ദീപ്തിക്ക് സ്റ്റേജിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് വിളിക്കരുതെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുകൂടെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള കൂടുതലും എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു പ്രശസ്തരായ ആളുകൾ അവരുടെ വൈഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ മുൻനിരയിൽ അവർ ഇരിക്കുന്നു, അവരനങ്ങുന്നു പോലുമില്ല, അവരവിടെ ഇരുന്ന് VIP പോലെ അവർ എഴുന്നേറ്റ് പോകുന്നു. അതേസമയം ഈ ദീപ്തി ആണെങ്കിൽ എന്താ പറയുക, ഒരു സാധാരണ ഒരു ഡ്രസ്സ് ഇട്ട് അതിലെ മുഴുവൻ ഓടി നടന്ന് അടിപൊളിയായിട്ട് ഇതെല്ലാം ചെയ്യുന്നു. അപ്പം ഈ ഒരു കാര്യം ഞാൻ എന്താണ് ഇത് പ്രത്യേകാല് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു സംഭവമല്ലെന്ന് മിക്ക ആളുകളും ഓർക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം ഇത് നമുക്കെല്ലാവർക്കും ഒരു വലിയ എക്സാമ്പിളാണ്. ഇന്നത്തെ തലമുറ കണ്ടുപിടിക്കേണ്ട ഒരു വലിയ എക്സാമ്പിളാണ് ദീപ്തി എന്ന പെൺകുട്ടിയിലൂടെ ഞാൻ കണ്ടത്. കാരണം നമുക്ക് ഒരു കല്യാണം കഴിച്ച ആളുകൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൽ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 100% സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എത്ര കഴിവുള്ള ആളുകൾക്കും ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ദീപ്തിയുടെ ആണെങ്കിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ദീപ്തിക്ക് കുറേ റീൽസൊക്കെ ചെയ്യാനും എല്ലാം വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ വിധു പ്രതാപ് അതുപോലെ തന്നെ ദീപ്തിയെ ആ റീൽസിലും മറ്റു കാര്യങ്ങളിലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ എനിക്ക് മനസ്സിലായി.
പിന്നെ എനിക്ക് ദീപ്തിയോട് കുറേ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ദീപ്തിയുടെ തിരക്ക് കാരണം വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ എനിക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഞാൻ ആ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വിധു പ്രതാപിനേക്കാളോ ജോൾസിനേക്കാളോ അല്ലെ ആ ബാൻഡിലുള്ള മറ്റുള്ളവരെക്കാളെല്ലാം ഞാൻ അഡ്മയർ ചെയ്തത് ദീപ്തിയെ കണ്ടിട്ടാണ്. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ദീപ്തി എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അവരത് അത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ കഷ്ടപ്പാടും അതിൻ്റെ ഹാർഡ് വർക്കും അത് ആ ഒരു ചലനങ്ങളിൽ കൂടെ പോലും നമുക്കറിയാൻ പറ്റും ആ കുട്ടി എത്രമാത്രം ഈ ഒരു ഇതിൽ ഇൻവോൾവ് ആണെന്ന്. അപ്പം ഈ വിധു പ്രതാപ് ദിവസം പ്രതി ഉയർന്നുയർന്ന് വരുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും നല്ല ഒരു കൈകളാണ് ഈ ദീപ്തിയുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഏതൊരു വിവാഹ ജീവിതത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർക്കാണെങ്കിലും മുമ്പോട്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് വളരെയധികം എന്നെ സ്പർശിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ക്ലിപ്സുകളും ഞാൻ ഈ കൂടെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ ദീപ്തി ലൈറ്റിങ്ങിൻ്റെയും പിന്നെ സൗണ്ടിൻ്റെ കൺസോളിൽ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടു പേർക്കും ഇൻസ്ട്രക്ഷൻ ദീപ്തിയാണ് കൊടുക്കുന്നത്. ദീപ്തിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പുറകിൽ വന്ന് ഇതെല്ലാം വാച്ച് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈമും പ്രോഗ്രാം നടക്കുന്ന ഫ്രണ്ടിലായിരുന്നു എൻ്റെ സീറ്റെങ്കിലും ഞാൻ ഈ പുറകിൽ നിന്ന് ദീപ്തിയെ വാച്ച് ചെയ്യുമായിരുന്നു. എന്താണെങ്കിലും ഇതെല്ലാം നമുക്ക് ലൈഫിലെ ഒരു ലെസൺ തന്നെയാണ്. എങ്ങനെയാണ് ഒരു വൈഫ് ഹസ്ബൻഡിനെ അവരുടെ വളർച്ചയിൽ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പാർട്ട്ണർ ആയിരിക്കേണ്ടത് എന്ന് എല്ലാവർക്കും കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഇത്. ഈ പ്രോഗ്രാമുകളെല്ലാം നടന്നു കഴിയുമ്പോൾ മെയിനായിട്ട് സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരന്മാരെയാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിൽ കൂടുതലായി ഈ ആദരവും ഈ അംഗീകാരവും അർഹിക്കുന്നത് ഇങ്ങനെ പുറകിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതും നമ്മുടെ പാർട്ട്ണറും കൂടി ആകുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇത് തീർച്ചയായിട്ടും എനിക്കൊരു ലെസണാണ്, നിങ്ങൾക്കും ഇതൊരു ലെസൺ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ദീപ്തി വിധു പ്രതാപിന് മുന്നോട്ട് ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലായ ദീപ്തിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Gunda, gunda, gunda.